എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 ആണ്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 2 ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത് കാർഡ്, 6 ഓഫ് സോർഡ്സ്, മൂൺ കാർഡ്, വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് വോൺസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ഹാങ്ഡ് മാൻ. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. ഇത് സൂചിപ്പിക്കുന്ന നിങ്ങൾ ഈ ഇപ്പോൾ ഉള്ള വർഷം 2024 നിങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു അടുത്ത കുറച്ച് മാസങ്ങളായിട്ട് 2-3 മാസങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാം അതായത് ജോലി ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ശമ്പളം കിട്ടുന്നത് തന്നെ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് സൂചിപ്പിക്കുന്നത് വളരെയധികം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ വളരെയധികം ഉയർച്ചയിലേക്ക് പോകുന്നു, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇത് ജോലി സംബന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി ഉണ്ട്, ആ ജോലിയിൽ നിന്ന് വരുന്ന വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തോ സൈഡ് ബിസിനസ്സോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പലരും യൂട്യൂബ് ചാനൽസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ പലർക്കും ഉണ്ടാവാം. സൈഡ് ബിസിനസ്സായിട്ട് എന്തെങ്കിലും തുടങ്ങിയിട്ടുള്ളവർ, അപ്പോൾ ഒരു സെക്കൻഡ് ഇൻകം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ ഉള്ളവരിൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ ഭർത്താവ് മാത്രം അല്ലെങ്കിൽ ഭാര്യ മാത്രം ജോലി ഉള്ളവർ, 2 പേർക്കും ഒരു ജോലി, മറ്റൊരാൾ ഒരു ബിസിനസ്സോ ജോലിയിലേക്കോ കടക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിലൊരു ആശ്വാസം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഫാമിലിയിൽ മറ്റൊരാൾക്ക് കൂടി ജോലി കിട്ടുന്നത് കൊണ്ട് തന്നെ ഫാമിലിയിലേക്ക് വരുന്ന ആ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി മാറിക്കിട്ടുന്നുണ്ട്. ഒരാൾക്ക് കൂടി ഒരു ശമ്പളം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു ഇരട്ടി തന്നെ വരുമാനം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്, കുടുംബത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ നല്ല ഭാഗ്യം സാമ്പത്തിക കാര്യങ്ങളിലുള്ള സമയമാണ് പ്രത്യേകിച്ച്. അപ്പോൾ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചിട്ട് അധികം ലോട്ടറി എടുക്കുക എന്നുള്ളതല്ല. ഭാഗ്യമുള്ളവരാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും, മാസത്തിലൊരിക്കലോ അങ്ങനെ ശ്രമിക്കാം. ഈ ഒരു വർഷം നല്ലൊരു അതായത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം എന്ന് നമ്മൾ പറയുമല്ലോ, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലാതെ മറ്റു പെട്ടെന്നുള്ള പണം കയ്യിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ അത് ഇനി വരുമാനം എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ലോട്ടറി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഭാഗമൊന്നും വീതമൊന്നും കിട്ടിയിട്ടില്ലാത്തവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാവാം സൂചിപ്പിക്കുന്നത്. പിന്നെ വലിയ കഷ്ടപ്പാടില്ലാതെ നിങ്ങളിലേക്ക് ധനം എത്തുന്ന ഒരു സാഹചര്യവും ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളൊരു ജോലിയാണെങ്കിൽ ആ ഒരു വലിയ കഷ്ടപ്പാട്, ഇതുവരെ ഉണ്ടായിരുന്ന വലിയ കഷ്ടപ്പാടില്ലാതെ തന്നെ സമ്പാദിക്കാൻ പറ്റുന്നു എന്ന് പറയാം. അതിലേക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ആദ്യം തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡിനോടൊപ്പം തന്നെ കിങ് ഓഫ് വോൺസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു വർഷം, പ്രത്യേകിച്ച് ഈ ഒരു വർഷം പല കാര്യങ്ങളിലും നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട, വർഷം തുടങ്ങുമ്പോൾ തന്നെ ജനുവരി മാസത്തിൽ തന്നെ നിങ്ങൾ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുതിയ തലത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ രാജ്യത്തോ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആകുന്നുണ്ട്. അതേപോലെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിദേശത്ത് പോയിട്ട് പഠിക്കുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചില ആളുകൾ എൻട്രൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സാധ്യതകളുണ്ട്.
വീട്ടമ്മമാരായിട്ടുള്ളവരാണെങ്കിൽ പോലും അതായത് നിങ്ങൾ സ്ഥിരം നിങ്ങളുടെ അതേ റൂട്ടീൻ എന്നും ഇന്ന കാര്യങ്ങൾ ഒത്തിരി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. കൂടുതലായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാതെ പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ചില ആളുകൾ എന്തൊക്കെയോ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് അത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഉപജീവന മാർഗമായിട്ട് മുന്നോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തനിയെ അതൊരു ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിങ് ഓഫ് വൺസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. നല്ലൊരു പൊസിഷൻ, ഇപ്പോൾ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ബാങ്കിലൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ സർക്കാർ ജോലിയിൽ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു പ്രൊമോഷന് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷന് സാധ്യതയുണ്ട്. പക്ഷേ ട്രാൻസ്ഫറും കൂടെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ടിട്ട് ഇവിടെ സമ്മർദ്ദങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഇനി വേറെ സ്ഥലത്ത് പോയാൽ ഫാമിലി എങ്ങനെയാണ്, കുടുംബം നോക്കേണ്ടേ എന്ന് പറയുന്ന ആളുകൾ ചില ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊരു തീരുമാനത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് കൂടി ചേർത്ത് പറയുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന വിദേശ രാജ്യത്തേക്കുള്ള മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്കുന്ന, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന എനർജിയാണ്. അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരാം. 6 ഓഫ് സോർട്സ് എനർജിയും 3 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വിദേശത്ത് ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ വിദേശത്തേക്ക് ചേക്കേറി പാർക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ മറ്റ് രാജ്യത്ത് ഓസ്ട്രേലിയ, കാനഡ അതുപോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അങ്ങോട്ടേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്ന, ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തോടൊപ്പം കാണിക്കുന്നു. അപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടിയിട്ട് എല്ലാവരും അവിടത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ്. എന്തായാലും ഒത്തിരി പേരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് കൂടുതലായിട്ടും തണുപ്പ് രാജ്യങ്ങളിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ചേർന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ജോലിയായിട്ട് ബന്ധപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് പ്രൊമോഷനോട് കൂടിയിട്ട് ട്രാൻസ്ഫറോട് കൂടി പ്രൊമോഷൻ ലഭിക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ആ മാറ്റങ്ങളെ പറ്റിയിട്ട് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള ജോലി വിട്ടിട്ട് വിദേശത്തേക്ക് പോകുന്നത്, അങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക്, അതായത് ഫാമിലിയും ജോലിയും തമ്മിൽ ഒരുമിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നത് എങ്ങനെ എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ വേറൊരു വഴിയും ഇല്ല എങ്കിൽ കരിയറിന് കൂടുതൽ, കാരണം അത് കുറച്ച് നാളത്തേക്കുള്ള ഒരു സമയം, അതിനുശേഷം വീണ്ടും ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ സാമ്പത്തികവും അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ചിന്തയിലേക്കുള്ള തീരുമാനവും ആവാം. അപ്പോൾ അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. 3 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. കാരണം ഇതിവിടെ സൂചിപ്പിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇതാണ് ജോലിയും കുടുംബവും. അപ്പോൾ എങ്ങനെയാണത് പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു വഴി, പുറത്തേക്കൊരു വഴി ഉണ്ട്. അതായത് ഫാമിലിയെ വിട്ട് കളയാതെ അതോടൊപ്പം തന്നെ ജോലിയിൽ തുടർന്നു കൊണ്ടുപോകാൻ രീതിയിൽ. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ വഴിയായിരിക്കാം. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം എളുപ്പമാർഗം നോക്കാതിരിക്കാൻ ഈ പറഞ്ഞ കാര്യം അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വിട്ട് കളയാതെ, ഡോണ്ട് ഗീവ് അപ്പ്, വിട്ട് കളയാതെ ശ്രമിച്ചാൽ മുന്നേറ്റം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ച സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഉയർച്ച എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ചിരുന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആ തീരുമാനം വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കുക. അതായത് ചില പ്രായമായിട്ടുള്ള വ്യക്തികൾ പറയുന്ന പോലെ കുടുംബമാണ് വലുത്, അപ്പോൾ ജോലി കളയാൻ ഒറ്റ വാക്കിൽ പറയുമ്പോൾ അത് വളരെ ആലോചിച്ചെടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് മൂൺ കാർഡ് ആൻഡ് ഹാങ്ഡ് മാൻ എനർജിയാണ്. ഇതിലെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, പലരും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പം നിങ്ങൾ ചില സിറ്റുവേഷനിൽ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടുന്ന തീരുമാനങ്ങളാണെങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ തീരുമാനങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നീട്ടി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ആദ്യമേ തന്നെ ഒരു വ്യക്തത ഉണ്ടാവണമെന്നില്ല കാര്യത്തിലും. അപ്പോൾ ആദ്യമേ തന്നെ വ്യക്തത ഇല്ല എങ്കിൽ വ്യക്തത ഇല്ലാത്ത കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് സമയം എടുക്കാൻ മുന്നോട്ടേക്ക് പോകും തോറും നിങ്ങൾക്ക് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ടാവാം. അതിനുശേഷം മാത്രം തീരുമാനത്തിലേക്ക് പോവുക. കാരണം ഒരു ക്ലാരിറ്റി ഇല്ലാതെ തീരുമാനം എടുക്കാൻ ചാൻസസ് ഇവിടെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം തീരുമാനത്തിലേക്ക് പോകുന്നതിനും പ്രത്യേകം ആലോചിക്കാം. കാരണം ഇവിടെ ഹാങ്ഡ് മാൻ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് സ്റ്റക്കായി പോയി എന്നുള്ളൊരു ചിന്തയിലേക്ക് വരരുത്. അപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടല്ല ആലോചിക്കേണ്ടത്, തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. മാത്രമല്ല പല തീരുമാനങ്ങളും ഇവിടെ നിങ്ങൾ പെട്ടെന്ന് എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആളുകൾ നിങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ വീട് വാങ്ങിക്കാനോ സ്ഥലം വാങ്ങിക്കാനോ ഒക്കെ പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ആ വ്യക്തി പറയുന്നുണ്ട് ഇത്രയും വിലക്കുറവിൽ ഇവിടെ കിട്ടില്ല, പെട്ടെന്ന് എടുക്കണം. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊരു ഫോഴ്സ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണാം. പക്ഷെ നിങ്ങൾ വളരെയധികം വൾണറബിൾ ആണ്, അതായത് നിങ്ങൾ ഇച്ചിരി സെൻസിറ്റീവ് ആണെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ്, അതുകൊണ്ട് ഇപ്പോഴും എടുത്തു വെച്ചു വേറെ കിട്ടില്ല എന്ന് പറഞ്ഞ് ധൃതി പിടിച്ചിട്ട് അതിലേക്ക് പോവാതിരിക്കുക. അപ്പോഴൊന്ന് ക്ഷമിക്കുക. ഇപ്പോൾ ഇത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് യോഗമുണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും. പക്ഷെ ധൃതിയുടെ പുറത്ത് മറ്റൊരാൾ ധൃതി പിടിപ്പിക്കുമ്പോൾ തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെയാണ് വിവാഹവും. നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകുക. അത് പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഇവിടെ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.